വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ പ്രതിയാക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ലഹരിക്കടത്ത് കേസിലെ പ്രതി അനൂപ് മുഹമ്മദുമായി ബിനീഷിന് ബന്ധമുണ്ടെന്നും ലഹരി ഉപയോഗിച്ചെന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെന്നും NCB. 4 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ NCB ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി R കിരൺ ബാബു ചേരുന്നു. ഏത് രീതിയിലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലേക്ക് കൂടിയാണോ NCB കടന്നിരിക്കുന്നത്? അതായത് കേസിന്റെ തുടർ നടപടികളെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണോ NCB? കോടതിയുടെ തീരുമാനം എന്താണ്? വിശദാംശങ്ങളിലേക്ക് കിരൺ. അപർണ, ബിനീഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 2 തരത്തിലാണ് കേസ് ഉണ്ടായിരുന്നത്. EDയുടെ കേസ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസാണ്. എന്നാൽ NCB അന്വേഷിച്ചുകൊണ്ടിരുന്നത് ലഹരിക്കടത്ത് കേസാണ്, ബംഗളൂരു ലഹരിക്കടത്ത് കേസ്. ആ കേസിൽ 2 മലയാളികളടക്കം 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വേറെയും 2 പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. ഈ കേസിലുമായിട്ട് ബന്ധപ്പെട്ടാണ് NCB കഴിഞ്ഞ 4 ദിവസം ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇന്ന് കോടതിയിൽ ബിനീഷിനെ വീഡിയോ കോൺഫറൻസിന് വഴി ഹാജരാക്കി. ഈ സമയത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പറയുന്നത് ബിനീഷിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഏതെങ്കിലും ഇതിൽ പ്രതിയാക്കാനുള്ള സാഹചര്യം നിലവിലില്ല, ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളത് ബിനീഷിനെ സംബന്ധിച്ച് അത് വളരെ വലിയ ആശ്വാസമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പോലെയല്ല, ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാൽ ജാമ്യം ലഭിക്കാനും എല്ലാം വളരെ പ്രയാസമുള്ള കേസാണ്, കൂടുതൽ ഗൗരവമുള്ള കേസാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ലഹരിക്കടത്തുമായി ബിനീഷിന് ബന്ധമില്ല എന്നാണ് നിലവിലെ അന്വേഷണത്തിൽ NCB കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ കേസിന്റെ വഴിത്തിരിവിലേക്ക് തന്നെ മാറുന്നതാണ്. ഇത് കള്ളപ്പണ കേസിലേക്ക് മാത്രം, EDയുടെ അന്വേഷണത്തിലേക്ക് മാത്രമായി നീളുന്നു. EDയുടെ അന്വേഷണത്തിൽ നിലവിൽ ഈ മാസം 24 വരെ ബിനീഷ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു മടക്കി ജയിലിലേക്ക്, പരപ്പന അഗ്രഹാര ജയിലിലായിരുന്നു ബിനീഷ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 4 ദിവസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലേക്ക് NCB വാങ്ങിയത്. തിരിച്ച് ജയിലിലേക്ക് തന്നെ ഇന്ന് ബിനീഷിനെ മാറ്റും. കേസിന്റെ അടുത്ത നടപടികൾ ഏത് രീതിയിലായിരിക്കും പോവുക? കിരണി പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ ഈ കേസ് തന്നെ ഒരു ക്ലോസ് ചാപ്റ്ററായി മാറുമോ? ഏത് രീതിയിലാണ് ഉറ്റുനോക്കേണ്ടത്? അപർണ, 2 തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ബിനീഷിനെതിരെ കേസുള്ളത്. ഒന്ന്, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസ്, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അനൂപ് മുഹമ്മദിന് ഫണ്ട് ചെയ്തു എന്നുള്ള കേസ്. അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ബിനീഷിന്റെ വിവിധ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇത് സംബന്ധിച്ചാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്നാൽ NCB അന്വേഷിക്കുന്നത് ബംഗളൂരുവിലെ ലഹരിക്കടത്ത് കേസാണ്. ബംഗളൂരുവിലെ ലഹരിക്കടത്ത് കേസിലെ 2ാം പ്രതിയായ അനൂപ് മുഹമ്മദിന് ബിനീഷുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവർ തമ്മിൽ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ബിനീഷുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ലഹരിക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ടോ? EDയുടെ നിഗമനം നേരത്തെ ലഹരിക്കടത്തിലൂടെയാണ് ബിനീഷിന്റെ ഈ സമ്പത്തുണ്ടായതെന്നും ഈ സമ്പത്തിന് ഉറവിടം ലഹരിക്കടത്താണെന്നുമാണ് EDയുടെ വിലയിരുത്തൽ. ഈ EDയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NCB ചോദ്യം ചെയ്യലിനായി 4 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 4 ദിവസമായി ബിനീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇപ്പോൾ NCB നൽകിയിരിക്കുന്ന, കോടതിയിൽ നൽകിയിരിക്കുന്ന പ്രാഥമിക വിവരം, ബിനീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലഹരിക്കടത്തുമായി നേരിട്ട് ബന്ധം ബിനീഷിനുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിനീഷിനെ തൽക്കാലം ലഹരിക്കടത്ത് കേസിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ബിനീഷിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യലിന് ശേഷം മടക്കിയിടുന്നത്. അവരുടെ ഒരു കൃത്യമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് അന്തിമ നിഗമനമല്ല, പ്രാഥമികമായ നിഗമനമാണ്. ഏത് തരത്തിലായാലും കള്ളപ്പണ ഇടപാട് കേസിലെ കേസ് പോലെയല്ല, EDയുടെ കേസ് പോലെയല്ല എപ്പോഴും NCBയുടെ കേസ്. അത് അതീവ ഗൗരവമുള്ള കേസാണ്. അതിന്റെ ശിക്ഷയും കൂടുതൽ ഗൗരവമുള്ളതാണ്. ജാമ്യം കിട്ടാനടക്കം വളരെയേറെ പ്രയാസമുള്ളതാണ്. ആ ഒരു കേസിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കാൻ ബിനീഷിന് കഴിയുന്നു എന്നുള്ളത് കേസിൽ നേരിടുന്ന ബിനീഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എന്നാൽ കള്ളപ്പണ ഇടപാടുമായി സംബന്ധിച്ച കേസിൽ EDയാണ് അന്വേഷിക്കുന്നത്. ആ കേസ് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്, തീർച്ചയായും EDയുടെ കേസ് തുടരും. പക്ഷേ ലഹരിക്കടത്ത് കേസിൽ പങ്കില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് NCB കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ബിനീഷിനെ പ്രതിയാക്കാൻ നിലവിൽ തെളിവില്ല, അതുകൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അത് ഏതായാലും ഒരു ചെറിയ ആശ്വാസം തന്നെയാണ്. ആ കേസുമായി ബന്ധമില്ല. അപ്പോഴും EDയുടെ അന്വേഷണവും EDയുടെ കേസും തുടരുക തന്നെയാണ്. R കിരൺ ബാബുവാണ് വിശദാംശം നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാകുന്നു. അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ദൌത്യമായി മുന്നോട്ടു പോയാൽ എതിർക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. തത്സമയ സംപ്രേഷണം തുടരുകയാണ്. വാർത്താ സമ്മേളനം. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം CPM-നുണ്ടോ? ആ അഭിപ്രായമല്ലേ, ആ അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ അതിനെ വിമർശിച്ചിരിക്കുന്നത്. കണ്ണൂർ ഉൾപ്പെടെ 16ഓളം സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് അവിടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം
നടത്താൻ CPM അനുവദിക്കാത്തതുകൊണ്ടാണെന്ന് KPC അധ്യക്ഷൻ പറഞ്ഞത്. അത്തരത്തിൽ സാഹചര്യം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥ വന്നത്? എല്ലാ പ്രാദേശിക തിരഞ്ഞെടുപ്പ് കാലത്ത് നോമിനേഷൻ കൊടുക്കുമ്പോൾ കുറെ സീറ്റുകളിൽ ഈ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരില്ലാതെ ജയിക്കാറുണ്ട്. CPIMന്റെ ജനപിന്തുണ നല്ല നിലയിൽ ഉള്ള പ്രദേശങ്ങളാണത്. അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എല്ലാ തവണയും ഈ ആക്ഷേപം ഉന്നയിക്കാറുമുണ്ട്. അതിന് വസ്തുതകളുടെ ഒന്നും പിൻബലമില്ല. ഇപ്പം പശ്ചിമ ബംഗാളിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ നൂറുകണക്കിന് സീറ്റുകളിൽ TMCയുടെ ആൾക്കാർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് CPM അതിശക്തമായ പ്രതിരോധമാണ് അതിനെതിരെ തീർത്തത്. നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ അത് ശരിയിലുണ്ട് താനും. അതേപോലെ തന്നെ കണ്ണൂരിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 4000-ലധികം വോട്ട് K. സുധാകരന് ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലത്താണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ ആൾക്കാരില്ലാത്ത ഒരവസ്ഥ വരികയും ഏകപക്ഷീയമായി CPMന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോ അവര് നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഇത്തരം മത്സരമില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? അത്തരം ഒരു ആക്ഷേപം നോമിനേഷൻ കൊടുക്കാൻ പോയ ഒരാളും പറഞ്ഞതായിട്ട് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തേക്ക് പോവുക, അത് CPMൽ ഒരു അപൂർവ കാഴ്ചയായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം ആ പദവി ഒഴിയുന്നതെന്ന് വിശദീകരിച്ചു CPM. എങ്കിലും ഇത് ജനങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും CPMന് വെളിയായി മാറുമോ? നമ്മള് ഇക്കാര്യത്തില് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യ വിഷയങ്ങളിലെ ചില പ്രയാസങ്ങൾ സംബന്ധിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ്. ആ നിലയിൽ ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായിട്ടും ചില ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിൽ ആവശ്യമായിട്ട് വരും. അതിന് മറ്റു മാനങ്ങൾ നമ്മൾ നൽകേണ്ടതില്ല. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടും LDF കൺവീനറായിട്ടും ഒരാൾ തുടരുന്ന രീതി CPMനുണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കുണ്ടോ? അതുകൊണ്ട് ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അല്ല, അതൊക്കെ നമ്മള് ഇതിപ്പോ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി നമുക്കതില് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് വരില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും. ഈ വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ്. ഗെയില് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ മാടക്കത്തറ വൈദ്യുതി ലൈൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഈ വികസനം എന്ന് പറയുന്നത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ മാത്രം താല്പര്യം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. മുൻകാലങ്ങളിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എക്സ്പ്രസ് ഹൈവേ അടക്കം ഉള്ള ഓരോ കാര്യങ്ങളിലും CPM എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പൊ ഈ ഗെയിൽ പൈപ്പ് ലൈനെ കുറിച്ച് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് അത് ഭൂമിക്കടിയിലെ ബോംബാണ് എന്നുള്ള ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചു വരുന്നു. അപ്പം കാലാകാലങ്ങളിൽ നിലപാട് മാറ്റേണ്ട ഒരു വിഷയമാണോ ഈ വികസനം എന്ന് പറയുന്നത്? വികസന കാര്യത്തിൽ എല്ലായ്പ്പോഴും CPIM സുവ്യക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ ഹൈവേയുമായി ബന്ധപ്പെടുത്തി ഏറ്റവും ശരിയായ നിലപാടാണ് എല്ലാ കാലത്തും CPIM സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അധികാരത്തിൽ ഇല്ലാത്തപ്പോ നമുക്കതിന്റെ മുൻകൈ എടുത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം അത് ചെയ്യേണ്ടത് അന്നത്തെ ഗവൺമെന്റാണ്. അധികാരത്തിൽ വരുമ്പോ നമുക്ക് മുൻകൈ എടുത്ത് വളരെ വേഗതയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇതിനെ പ്രാവർത്തികമാക്കാൻ കഴിയും. അത് സ്വാഭാവികമാണ്. ആ പ്രവർത്തനമാണ് വളരെ മികവാർന്ന തരത്തിൽ
മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേരളത്തിൽ നടന്നത്. വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ്. മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കടത്ത് കേസിൽ കുടുക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ്. അന്വേഷണ ഏജൻസികൾ ആ ദൌത്യം തുടരുകയാണ്. ശക്തമായി എതിർക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ CPM-നെതിരായുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല. പ്രത്യേകിച്ച് കണ്ണൂരിൽ നോമിനേഷൻ ഇല്ലാതെ CPM ജനാധിപത്യത്തെ മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം നേടുകയാണെന്നുള്ള ആരോപണത്തെയും അദ്ദേഹം അങ്ങനെ കഴമ്പില്ലാത്ത ആരോപണമാണെന്ന് ഉള്ള പ്രതികരണമാണ് നടത്തിയത്. വിജയരാഘവന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയാണ്. മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്ന വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ED കത്ത് നൽകും. അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ PR ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് സ്വപ്നയുടെ ശബ്ദ സന്ദേശമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ രാഷ്ട്രീയ വിവാദത്തിനൊപ്പം അന്വേഷണ ഏജൻസികളെ കുഴയ്ക്കുന്ന പ്രശ്നവുമായി മാറി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്ന് ED കത്ത് നൽകും. ഇതിനിടെ സ്വപ്നയുടെ ശബ്ദരേഖ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ PR ഏജൻസികളുടെ നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, തയ്യാറായിക്കൊള്ളുക, എല്ലാ ശബ്ദരേഖയും ഇതാ തയ്യാറായിട്ടുണ്ട്, പോലീസ് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നുമില്ല, പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പുറത്തു വന്ന് പറയുന്നത്. ജയിലിൽ വെച്ചാണ് ശബ്ദം റെക്കോർഡ് ചെയ്തതെങ്കിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചല്ല റെക്കോർഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ശബ്ദം തന്റേതു തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സ്വപ്ന സുരേഷ് തയ്യാറായിട്ടുമില്ല. ശബ്ദം പുറത്തായതിൽ സ്വപ്ന സുരേഷിന് പരാതിയുമില്ല. ഈ സാഹചര്യത്തിൽ കേസെടുക്കാനാകുമോ എന്നതാണ് പോലീസിന്റെ സംശയം. അഡ്വക്കേറ്റ് ജനറൽ ഇന്നു നൽകുന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്തു എന്നത് സംബന്ധിച്ച് ഹൈടെക് സെൽ വഴിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ M. ശിവശങ്കർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള കേസ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ED കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5ാം പ്രതിയാക്കിയത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ടിൽ അടച്ചത് കള്ളപ്പണമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് EDയോട് സമ്മതിച്ചതായി വിജിലൻസ്. നികുതി വെട്ടിച്ചതിൽ പിഴ ഒടുക്കിയതിന്റെ രസീതുകൾ കണ്ടെത്തിയതായും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കോടതി നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ കഴിയുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ 6-അംഗ മെഡിക്കൽ ബോർഡിന് രൂപം നൽകി. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ട് പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2017 കണ്ടെത്തിയ 4.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിജിലൻസ് കോടതിയിൽ നൽകിയത്. ഈ പണത്തിന്റെ നികുതി അടച്ചില്ലെന്ന് സംബന്ധിച്ച് ഇബ്രാഹിം കുഞ്ഞ് ആദായ നികുതി വകുപ്പിനെ കത്തയച്ചിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അതേസമയം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇബ്രാഹിം കുഞ്ഞിനെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് 24-ന് സമർപ്പിക്കണം. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റില്ല. ഇരയായ നടിയും സർക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹൈക്കോടതി. തിങ്കളാഴ്ച മുതൽ കേസിലെ വിചാരണ പുനരാരംഭിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടെന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന പ്രധാന പരാതി. കേസിലെ ചില സാക്ഷികളുടെ മൊഴികൾ വിചാരണ കോടതി രേഖപ്പെടുത്തിയില്ലെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നെങ്കിലും അതിന് തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സത്യം പുറത്തുകൊണ്ടുവരാൻ കോടതിയും പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരും നിലകൊള്ളണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പീൽ നൽകാൻ ഒരാഴ്ചത്തെ സ്റ്റേ വേണമെന്ന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. നിലവിൽ ജഡ്ജിയെ മാറ്റാൻ ആവശ്യമായ കാരണങ്ങൾ സർക്കാരിനോ ഇരയ്ക്കോ ബോധിപ്പിക്കാനായിട്ടില്ല. ചില നിർണായക രേഖകൾ പ്രോസിക്യൂഷന് നൽകിയില്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തിലും കഴമ്പില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് VJ അരുൺ ഹർജികൾ തള്ളിയത്.
ഇരയായ നടിയുടെ ആവശ്യപ്രകാരം നേരത്തെ ഹൈക്കോടതി തന്നെയാണ് കേസിലെ വിചാരണ വനിതാ ജഡ്ജിയെ ഏൽപ്പിച്ചത്. നിലവിൽ വനിതാ ജഡ്ജി വേണമെന്ന് നിർബന്ധമില്ലെന്നും മറ്റേതെങ്കിലും കോടതിയിലേക്ക് കേസ് മാറ്റിയാൽ മതിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. 60 സാക്ഷികളുടെ വിസ്താരവും 7 മാസമായി വിചാരണയും തുടരുമ്പോഴാണ് കോടതി മാറ്റണമെന്ന് ഇരയും പ്രോസിക്യൂട്ടറും ആവശ്യപ്പെട്ടത്. രഹസ്യ ക്യാമറ വിചാരണ എന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭയരഹിതമായി സ്വാതന്ത്ര്യത്തോടെ സാക്ഷികൾക്ക് മൊഴി നൽകാൻ കഴിയുന്നതായിരിക്കണം ഇൻ ക്യാമറ നടപടികളെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചി CBI പ്രത്യേക കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് നിലവിൽ കേസിലെ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഗണേഷ് കുമാർ MLAയോടൊപ്പം പ്രദീപ് കുമാർ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നുവെന്നും കണ്ടെത്തി. പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വാദം തുടരും. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ പ്രദീപിന്റെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ജാമ്യഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന മുൻ ഉത്തരവ് നിലനിൽക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപിനെ ഉന്നത സ്വാധീനമുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. എന്നാൽ നടൻ ദിലീപുമായി വ്യക്തിബന്ധമില്ലെന്നായിരുന്നു പ്രദീപ് കുമാറിന്റെ ആദ്യ മൊഴി. വിശദമായ ചോദ്യം ചെയ്യൽ ഗണേഷ് കുമാർ MLAയോടൊപ്പവും തനിച്ചും ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നെന്നും പ്രദീപ് കുമാർ മൊഴി നൽകി. ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുമായി ഫോൺ വഴി ബന്ധപ്പെട്ടെന്നും മൊഴിയിൽ പറയുന്നു. കോടതിയിൽ അദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ അന്തിമ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവ് ഓൾറെഡി ഉണ്ട്. 17-ാം തീയതി ഉത്തരവുണ്ട്. അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചു. ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് വിധേയമായി. ഇന്ന് പ്രാഥമിക വാദം ഇന്ന് കേട്ടു. ഇനി തുടർവാദം 23-ലേക്ക് വെച്ചിട്ടുണ്ട്. ദിലീപിനെ ആലുവ സബ് ജയിൽ സന്ദർശകരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും അന്വേഷണ സംഘം പറയുന്നു. 2020 ജനുവരി 20-ന് എറണാകുളത്ത് നടന്ന ഗൂഢാലോചന യോഗത്തിൽ പ്രദീപ് പങ്കെടുത്തോ എന്നറിയണമെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു. അതേസമയം കേസ് പോലീസിന്റെ തിരക്കഥയാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. താരസംഘടനയായ അമ്മയുടെ അടിയന്തര യോഗം കൊച്ചിയിൽ ചേരുന്നു. ബിനീഷ് കോടിയേരിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന യോഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ MLAമാരായ KB ഗണേഷ് കുമാറും മുകേഷും നടപടി ആവശ്യത്തെ എതിർത്തു. കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്? ഇതിനകത്ത് അംഗങ്ങളുടെ നിലപാടുകൾ ഏത് രീതിയിലാണ്? പ്രധാന അംഗങ്ങൾ എന്ത് നിലപാടുകൾ സ്വീകരിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്നത്? ചർച്ച ചെയ്യുന്നത് പാർവതി തിരുവോരത്തിന്റെ രാജി, ബിനീഷ് കോടിയേരി, ഗണേഷ് കുമാർ എന്നീ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നേരത്തെ പാർവതി തിരുവോരത്ത് വലിയൊരു വിവാദം ഉയർത്തിക്കൊണ്ട് രാജിവെച്ചിരുന്നു. മാത്രമല്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലായിരുന്നു പാർവതി തിരുവോരത്തിന്റെ രാജി. ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇതുവരെ സംഘടന സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ 2 അംഗങ്ങൾ ചേർന്ന് ഒരു പരാതി എഴുതി അമ്മയ്ക്ക് നൽകിയിട്ട് അതിനൊരു മറുപടി പോലും നൽകിയിട്ടില്ല. ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. രണ്ടാമത്തെ കാര്യം, ബിനീഷ് കോടിയേരി സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യം. ഈ ആവശ്യം താരസംഘടനയിലെ പ്രധാനപ്പെട്ട 2 അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വനിതാ അംഗങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഹണി റോസും അതേപോലെ രചന നാരായണൻകുട്ടിയുമാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ധൃതി വെച്ച ഒരു നടപടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുകേഷും ഗണേഷ് കുമാറും അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗണേഷ് കുമാർ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ സെക്രട്ടറി ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ എടുത്ത നിലപാട്, അതിലെടുത്ത നിലപാട് സംബന്ധിച്ചുള്ള വിഷയങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തമായ ഒരു ധാരണ ഇന്നുണ്ടാകും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. നേരത്തെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ചർച്ചയിൽ ഒരു ധാരണയിലേക്ക് സംഘടന നീങ്ങുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. ഒരിക്കൽ കൂടി വൻ ഭീകരാക്രമണ ശ്രമം സൈന്യം തകർത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിലെ ജനാധിപത്യ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ലക്ഷ്യം. സൈന്യത്തിന്റെ ജാഗ്രതയും ധീരതയുമാണ് ആ ശ്രമം തകർത്തത്. നഗ്രോട്ട ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ആഭ്യന്തരമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കല, കായികം, വിദ്യാഭ്യാസം, പല മേഖലകളിലും മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം പ്രതിഭാശാലികളെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ, പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വളരെ ഉയരങ്ങളിൽ എത്താം. അത്തരത്തിലുള്ള യുവ പ്രതിഭകളെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക news18.com/younggenius, അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക.
ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. I have a feeling whenever I give something, I feel happy. For me, it was very far-fetched to think I'd get to fly on the space shuttle. ചെറുപ്രായത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ, അത്തരത്തിലുള്ള ഇന്ത്യൻ യുവ പ്രതിഭകളെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക. ലോഗ് ഓൺ ടു news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന PJ ജോസഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗത്തിന് 2 ചിഹ്നം ലഭിക്കും. സത്യത്തിന്റെ വിജയമാണെന്ന് ജോസ് കെ മാണിയും അപ്പീൽ പോകുമെന്ന് PJ ജോസഫും പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് 2 ചിഹ്നം അനുവദിച്ചുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന ജോസഫിന്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 2019 ജൂൺ 16 സംസ്ഥാന സമിതി യോഗത്തിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് ജോസ് കെ മാണിയുടെ വാദം. എന്നാൽ ഈ യോഗവും തെരഞ്ഞെടുപ്പും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സിവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായി ജോസഫ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ജോസഫിന്റെ ഈ വാദങ്ങളും കോടതി തള്ളി. ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ ജോസ് വിഭാഗത്തിന് 2 ചിഹ്നം അനുവദിച്ചത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 വിഭാഗത്തിനും വേറെ ചിഹ്നങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത്. കോടതി വിധിക്കനുസരിച്ച് ചിഹ്നം അനുവദിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സത്യത്തിന്റെ വിജയമാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. സത്യത്തിനെതിരെ വീണ്ടും വീണ്ടും നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരെയുള്ള ഒരു വിധിയാണ്. A lie can hide the truth, but it cannot change the truth. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ജോസഫ് വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കും. സ്റ്റേ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിങ്കളാഴ്ച അപ്പീൽ കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ അന്തിമ തീരുമാനമാകും മുൻപ് സ്റ്റേ വാങ്ങാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. BJP സംസ്ഥാന നേതൃയോഗം ബഹിഷ്കരിച്ച് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ ചുമതലയുള്ള CP രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടാതെ യോഗത്തിനെത്തില്ല എന്ന നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചത്. അതേസമയം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നില്ലെന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടിന്റെ വാർഷികമാണ് ഇന്ന്. വാഗൻ ട്രാജഡി. നമ്മുടെ ഈ മണ്ണിൽ അത് നടന്നത് കൃത്യം 99 വർഷം മുൻപ് 1921 കേരളത്തിലാണ് നടന്നത് എന്നുപോലും വിശ്വസിക്കാൻ കഴിയാത്തത്ര ക്രൂരത. നമ്മുടെ 3 തലമുറ മുൻപുണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് വാഗൻ ട്രാജഡി. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം സമരക്കാരെ കൊണ്ടുപോയത് 1921 നവംബർ 19 വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട മദ്രാസ് മേലിൽ ഘടിപ്പിച്ച ചരക്ക് കമ്പാർട്ട്മെന്റിൽ കയറ്റി അവരെ അടച്ചുപൂട്ടി തമിഴ്നാട്ടിലേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ പാലക്കാട് നഗരത്തിനടുത്ത് പോത്തന്നൂരിൽ വെച്ചാണ് കമ്പാർട്ട്മെന്റ് തുറന്നത്. അപ്പോൾ കണ്ടത് പ്രാണവായുവും കുടിവെള്ളവും കിട്ടാതെ പരസ്പരം കടിച്ചു കീറിയ മനുഷ്യരെ. ചിലർ മരിച്ചു കഴിഞ്ഞിരുന്നു, മറ്റു ചിലർ മൃതപ്രായരും. 54 പേർ വാഗണിൽ തന്നെ മരിച്ചു കിടന്നു. 16 പേർ ആശുപത്രിയിൽ വെച്ചും. വാഗണിലെ നേർത്ത ദ്വാരങ്ങളിലൂടെ വരുന്ന നേർത്ത പ്രാണവായു ഊഴമിട്ടെടുത്താണ് ചിലർ ജീവൻ നിലനിർത്തിയത്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ കഴിഞ്ഞ വർഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മാപ്പ് പറഞ്ഞത്. അതിനേക്കാൾ മുമ്പ് മാപ്പ് പറയേണ്ട ഒരു ഹീനകൃത്യം തന്നെയായിരുന്നു കൊളോണിയൽ ഭരണകൂടം ഇവിടെ നടപ്പാക്കിയത്. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പള്ളികളോട് ചേർന്ന ഖബറിടങ്ങളിലാണ് ഇവരിൽ ഏറെയും പേരെ സംസ്കരിച്ചത്. മരിച്ചവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയവർ പിന്നീട് ഏറെക്കാലം ജയിലുകളിലും. ഇവർ പറഞ്ഞാണ് നടന്ന സംഭവങ്ങളുടെ ആഴവും വ്യാപ്തിയും മനുഷ്യത്വമില്ലായ്മയും ലോകമറിഞ്ഞത്.
തിരൂർ ടൗൺ ഹാളിനോട് ചേർന്നുള്ള വാഗണിന്റെ രൂപമാതൃകയിലുള്ള നിർമ്മിതി മാത്രമാണ് ഇന്നുള്ള പ്രധാന സ്മാരകം. മലപ്പുറം ജില്ലയുടെ വിവിധയിടങ്ങളിലും വാഗൺ ട്രാജഡി ഓർമ്മ മന്ദിരങ്ങളുണ്ട്. 99 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു നവംബർ 20 എത്തുമ്പോഴും ആ സമരങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സമരം നയിച്ച ആലി മുസ്ലിയാരും ചെമ്പ്രശ്ശേരി തങ്ങളും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒരുപോലെ വിമർശിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തിരൂരിൽ നിന്നും ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. റിലയൻസ് റീറ്റെയിലിന്റെ ഓഹരി വിൽപ്പന ലക്ഷ്യം നേടി. 2 മാസം കൊണ്ട് 47,265 കോടി രൂപയാണ് സമാഹരിച്ചത്. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ 10.09% ഓഹരികളാണ് കൈമാറിയത്. സിൽവർ ലേക്ക് പാർട്ട്നേഴ്സ്, KKR, മുബദാല, ദുബായ് നിക്ഷേപ അതോറിറ്റി, ജനറൽ അറ്റ്ലാന്റിക് തുടങ്ങിയവയാണ് പണം മുടക്കിയത്. രാജ്യത്തിന്റെ ചില്ലറ വിൽപ്പന മേഖല ഇതോടെ പരിവർത്തനോന്മുഖമായ മാറ്റമുണ്ടാകുമെന്ന് ഡയറക്ടർ ഇഷ മുകേഷ് അംബാനി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,448 കോടി രൂപയായിരുന്നു റിലയൻസ് റീറ്റെയിലിന്റെ ലാഭം.